ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിലേക്ക് ഏവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. 1 ദിനവൃത്താന്തം 16-ാം അധ്യായം നമ്മളിന്ന് വായിക്കുന്നു. ദാവീദ് രാജാവ് ആഘോഷപൂർവ്വം യഹോവയുടെ പേടകം യെരുശലേമിൽ കൊണ്ടുവന്ന് സ്ഥാപിച്ച കാര്യം 1 ശമൂവേലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ച സംഭവങ്ങൾ വീണ്ടും ദിനവൃത്താന്തകാരൻ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് ഇന്നലെ നമ്മൾ വായിച്ചു, നമ്മളത് മനസ്സിലാക്കി. അങ്ങനെ അദ്ദേഹം പേടകം കൊണ്ടുവന്നതിന് ശേഷം സമാധാന ബലിയും ഹോമബലിയും ഒക്കെ അവിടെ സമർപ്പിച്ച്, ദഹനബലികളൊക്കെ സമർപ്പിച്ച് ദൈവത്തിനോട് നന്ദി രേഖപ്പെടുത്തുകയാണ്. അതിനുശേഷം അദ്ദേഹം ഇസ്രായേൽ ജനത്തെ ആശീർവദിച്ചതായി നമ്മളിവിടെ വായിക്കുന്നുണ്ട്. ദൈവനാമത്തിൽ ഇസ്രായേൽ രാജാക്കന്മാരുടെ കൂട്ടത്തിൽ ജനത്തെ ആശീർവദിക്കുന്ന, ദൈവനാമത്തിൽ ആശീർവദിച്ചിട്ടുള്ള ഏക രാജാവായി നമ്മൾ കാണുന്നത് ദാവീദ് രാജാവാണ്. അദ്ദേഹത്തിന് മുൻപുണ്ടായിരുന്ന ശൗലോ, അതിനുശേഷം വന്ന ഒരു രാജാക്കന്മാരും അങ്ങനെ ജനത്തെ ആശീർവദിക്കുന്നതായി നമ്മൾ കാണുന്നില്ല. കാരണം ആശീർവദിക്കണമെങ്കിൽ ദൈവകൃപയുള്ളവനും ദൈവ സാമീപ്യ ബോധ്യമുള്ളവനും മാത്രമേ ദൈവനാമത്തിൽ ആശീർവദിക്കുവാൻ സാധിക്കുകയുള്ളൂ. ദാവീദ് ഒരേ സമയത്ത് അദ്ദേഹം രാജാവാണ്, അതേ സമയത്ത് തന്നെ ദൈവഹിതപ്രകാരം ആരാധനയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സസൂക്ഷ്മം വീക്ഷിക്കുകയും അതിനു വേണ്ടതായ എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുകയും ചെയ്യുന്ന ഒരു ദൈവപുരുഷനായി, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയായി ദാവീദ് ജീവിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെ അനുഗ്രഹിക്കുവാൻ സാധിക്കുന്നത്. ഒരാളൊരു സ്ഥാനത്ത് വന്നുവെന്ന് വിചാരിച്ച് ആ ആശീർവാദം ശരിയാകണമെന്നില്ല. ദൈവകൃപ അവരോടൊപ്പം ഉണ്ടാവേണ്ടത് അനിവാര്യമാണ്. ഇനിയും അതിൻ്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ ദൈവ ആരാധനയ്ക്കുള്ള 3 മാർഗങ്ങൾ ദാവീദ് ക്രമീകരിക്കുന്നതായി നമ്മളിവിടെ കാണുന്നുണ്ട്. 1 കീർത്തനം ആലപിക്കുകയാണ്, സങ്കീർത്തനം. 2 ദൈവത്തിന് വന്ദനം രേഖപ്പെടുത്തുകയാണ്. 3 ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുകയാണ്. അങ്ങനെ 3 രീതിയിലുള്ളതായ സ്തുതിപ്പുകൾ, ആരാധനകളൊക്കെ അവിടെ ക്രമീകരിക്കുന്നുണ്ട്. അതോടൊപ്പം യാഗാദി കർമ്മങ്ങൾ ഒക്കെ വേറെയുണ്ട്. ഇന്നും നമ്മുടെ ആരാധനകളിലൊക്കെയും പുതിയ നിയമസഭയിലും ഇതുമൊക്കെ തന്നെയാണ് ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുകയാണ്. ഇന്നലെ നമ്മൾ ചിന്തിച്ചതുപോലെ നമ്മുടെ ഗാനങ്ങളെല്ലാം ദൈവവചനങ്ങളാണ്. ആരാധനയ്ക്ക് ഉപയോഗിക്കുന്നതാണേലും യോഗങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണേലും ക്രൈസ്തവ ഗാനങ്ങളെല്ലാം ദൈവവചനമാണ് അതിന് അടിസ്ഥാനം. ഓരോരുത്തരുടെയും ജീവിത അനുഭവത്തിൽ നിന്ന് അവർ ഗാനങ്ങൾ അങ്ങനെ രചിച്ചിട്ടുണ്ട്. എല്ലാം ദൈവവചനവുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനെ ദാവീദ് അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ചെയ്യുന്നുണ്ട്. സങ്കീർത്തനം, വന്ദനം, ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് അദ്ദേഹം നിയമപ്പെട്ടകത്തിന് മുമ്പിൽ സ്ഥിരമായി ലേവ്യരെ നിയമിച്ചിരുന്നതായി നമ്മൾ കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എപ്പോഴും മുടങ്ങാതെ അവിടെ ആരാധനകളും സങ്കീർത്തനങ്ങളും എല്ലാം നിരന്തരം നടന്നുകൊണ്ടിരിക്കണം. കാരണം ദൈവ സാമീപ്യമാണ് തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനവും അനുഗ്രഹവും എന്ന് ദാവീദിന് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് ആ രാജ്യത്തിന് മുഴുവൻ വേണ്ടി, ജനത്തിന് മുഴുവൻ വേണ്ടി, ജനങ്ങളുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ഒക്കെ എപ്പോഴും യാഗാദി കർമ്മങ്ങൾ ചെയ്യാനുള്ള ക്രമീകരണം അദ്ദേഹം അവിടെ ചെയ്യുകയാണ്. ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവവുമായുള്ള വലിയ ബന്ധത്തിൽ പോകുവാനുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി അതിൻ്റെ 8 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിൽ ഒരു വലിയ സങ്കീർത്തനമാണ് നമ്മൾ കാണുന്നത്. ഈ സങ്കീർത്തനം ഇപ്പോൾ നമ്മുടെ നിലവിലുള്ള സങ്കീർത്തന പുസ്തകത്തിലെ 96-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യത്തിൻ്റെ ബി മുതൽ അതിൻ്റെ 13-ൻ്റെ എ വരെയുള്ള ഭാഗങ്ങളുണ്ട്. 105-ാം സങ്കീർത്തനത്തിൻ്റെ 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ, 106-ാം സങ്കീർത്തനത്തിൻ്റെ 1, 47, 48 എന്നീ ഭാഗങ്ങളൊക്കെ ചേർത്താണ് ഈ സങ്കീർത്തനം നമ്മളിവിടെ വായിക്കുന്നത്. അപ്പം അങ്ങനെ ആ സങ്കീർത്തനങ്ങളെല്ലാം പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി ആഘോഷപൂർവ്വം യഹോവയുടെ പേടകം യെരുശലേമിൽ നിന്ന് കൊണ്ടുവന്ന് സ്ഥാപിച്ചതോടുകൂടി ദൈവത്തിന് മഹത്വമുണ്ടാവുകയും മോശ മുഖാന്തരം അരുളി ചെയ്തതായ വചനങ്ങൾക്ക് അവിടെ നിവൃത്തി ഉണ്ടാവുകയും ചെയ്യുന്നതായി നമ്മൾ കാണുന്നുണ്ട്.
ഈ സങ്കീർത്തനത്തിലെ പ്രധാന വിഷയങ്ങളെന്ന് പറയുന്നത്, ഒന്ന് പിതാക്കന്മാരെ ദൈവം വഴി നടത്തിയതായ കാര്യങ്ങൾ ഈ സങ്കീർത്തനം നമ്മൾ വായിക്കുന്നുണ്ട്. അവർക്ക് നൽകിയതായ വാഗ്ദത്തങ്ങൾ, മരുഭൂമിയിലെ ദൈവത്തിൻ്റെ സംരക്ഷണവും പ്രവാചകന്മാരോടുള്ള ദൈവത്തിൻ്റെ കരുതൽ, തൻ്റെ അഭിഷിക്തന്മാരെ തൊട്ടുകൂടാ എന്നുള്ള ദൈവത്തിൻ്റെ വലിയ ഒരു മുന്നറിയിപ്പ് എല്ലാം ഈ സങ്കീർത്തനം നമുക്ക് കാണാൻ പറ്റും. അതെല്ലാം ചേർത്താണ് ഈ സങ്കീർത്തനം, ഈ ദിനവൃത്താന്തകാരൻ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായും ദേവാലയം സ്ഥാപിച്ചു കഴിയുമ്പോൾ സങ്കീർത്തനത്തിന് വലിയ പ്രസക്തിയാണല്ലോ. ആ രീതിയിലാണ് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നിയമപെട്ടകത്തെ കേന്ദ്രീകരിച്ചുള്ള ആരാധനയുടെ വ്യവസ്ഥകളാണ് 37 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രഭാതത്തിലും പ്രദോഷത്തിലും ബലികൾ അർപ്പിക്കുവാനുള്ളതായ ക്രമീകരണം, അതുപോലെ ആ ദേവാലയത്തിൽ മറ്റേ അശുദ്ധരും അങ്ങനെയുള്ള പ്രവേശിക്കാതിരിക്കാത്ത കൊണ്ട് അതിനെപ്പോഴും കാവൽക്കാരെയൊക്കെ നിയമിക്കുന്നു. അങ്ങനെ വളരെ മനോഹരമായ രീതിയിലും വളരെ വിശുദ്ധിയുടെ അനുഭവത്തിലും വളരെ ഡിസിപ്ലിനായിട്ട് കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചുകൊണ്ട് ദാവീദ് അവരുടെ പേടകം അവിടെ സ്ഥാപിക്കുകയാണ്. നമ്മുടെ പുതിയ നിയമത്തിൽ നമ്മുടെ ജീവിതത്തിലും ഏറ്റവും ക്രൈസ്തവ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദു ആരാധനയാണ്. ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുക, ദൈവവുമായുള്ള ബന്ധത്തിൽ നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ്. നമ്മൾ ദൈവത്തിൽ നിന്ന് വന്നു ദൈവത്തിലേക്ക് തന്നെ മടങ്ങിപ്പോവേണ്ടവരാണ്. അപ്പോൾ ഈ ഭൂമിയുടെ ചരിത്രത്തിലൂടെ പ്രവേശിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഭൂമിയിൽ ദൈവനാമം മഹത്വപ്പെടുവാൻ തക്കവണ്ണം ദൈവത്തിനു വേണ്ടി ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും ഒക്കെ വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും ഓരോ ക്രൈസ്തവരെന്നുള്ള ബോധ്യം എപ്പോഴും നമുക്കുണ്ടാകേണ്ടതാണ്. അപ്രകാരമുള്ള ഒരു പൂർണ്ണ സമർപ്പണത്തിന് ഈ വേദഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്കിടയായിത്തീരണം. ദാവീദിന് രാജാവെന്ന രീതിയിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ അദ്ദേഹം ചെയ്യാനുണ്ട്. ഒരുപാട് കാര്യങ്ങളിൽ അദ്ദേഹം എപ്പോഴും വ്യാപൃതനാണെങ്കിലും സങ്കീർത്തനങ്ങൾ പാടുന്നതിലും ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുന്നതിലും അദ്ദേഹം ഒരിക്കലും വിമുഖത കാട്ടിയിരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ഭൂമിയിലുണ്ടെങ്കിലും അതിനിടയ്ക്ക് ദൈവത്തെ സ്തുതിക്കുവാനും പാടി മഹത്വപ്പെടുത്തുവാനും നമുക്കിടയാകണം. പൗലോസ് പറഞ്ഞ പോലെ ഇരിപ്പിലും കിടപ്പിലും നടപ്പിലുമെല്ലാം നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ സാധിക്കും. ആ പ്രകാരമുള്ള ഒരു വലിയ അനുഭവത്തോടെ ജീവിക്കുവാൻ ഈ വേദവായനകളും ക്രൈസ്തവ ജീവിതവും നമ്മെ സഹായിക്കണം. ദൈവമേ പരിശുദ്ധാത്മാവേ, അതിന് ഞങ്ങളെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവത്തിന് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.